എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഹോണ്ടയുടെ ഏറ്റവും പുതിയ 2025 മോഡൽ ഡിയോ 125 ആണ്. ഇപ്പോൾ 2024 മോഡലല്ല, ഇതിനു മുമ്പ് നമുക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത് 2024 മോഡൽ 25 മാനുഫാക്ചർ വണ്ടിയായിരുന്നു. എന്നാൽ നിലവിൽ നമ്മളിലിപ്പം 2025 മാനുഫാക്ചർ 2025 മോഡൽ വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ റിവ്യൂ ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം കൊണ്ടുവന്നതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് ബെൽ ഐക്കൺ ഓൺ ആക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഇതുപോലുള്ള എല്ലാ ഇൻട്രസ്റ്റിംഗ് അഡ്രസ്സോ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നേരെ നമുക്ക് ഈ വണ്ടിയുടെ റിവ്യൂ ഇട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഡീറ്റെയിൽ, അതായത് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നതെന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. നേരെ നമുക്ക് കാണുമ്പോൾ പറ്റുന്നത് ഏറ്റവും ഫ്രണ്ടിൽ ഞാൻ ഇതിനു മുമ്പ് വരണമെന്ന് ആഗ്രഹിച്ചതും ഒരുപാട് പേര് ഇതിന് വരണമെന്ന് പറഞ്ഞതുമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് സ്റ്റാൻഡേർഡ് വേരിയൻ്റ് ആണ്, എച്ച് സ്മാർട്ട് അല്ല. കണ്ടില്ലേ, ഈ ഉള്ള മോഡലാണ്. അതിന് നമുക്ക് ഇനി തൊട്ട് വണ്ടികൾക്കെല്ലാം ഡിസ്ക് ബ്രേക്ക് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, ഇനി തൊട്ട് സ്റ്റാൻഡേർഡ് വേരിയൻ്റ് ഡിയോ 125 ഡിസ്ക് ബ്രേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേരുടെ ഒരു പരാതിയായിരുന്നു സ്റ്റാൻഡേർഡ് വേരിയൻറ്റിൽ ഡിസ്ക് ബ്രേക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. ആ ഒരു ഇത് ഹോണ്ട പരിഹരിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് വേരിയൻറ്റിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഫൈബറായിട്ടുള്ള ബോഡീസൊക്കെയാണ് ഡിയോ 125 ഹോണ്ട നേരത്തെ സെറ്റ് ചെയ്തിരുന്നത്. അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഫ്രണ്ടിൽ നിന്നൊരു മാറ്റം, അലോയുടെ കളർ കണ്ടില്ലേ, ഇപ്പോൾ ഒരു ഗോൾഡൻ കളർ ആക്കിയിട്ടുണ്ട് അലോയ്. ഇതിൽ നമുക്ക് 2 വേരിയൻ്റാണ് കിട്ടുന്നത്, എച്ച് സ്മാർട്ടും സ്റ്റാൻഡേർഡ് എന്നുള്ള മോഡൽ. ഇതിൽ നമുക്ക് അലോയുടെ വേരിയൻ്റ് വേറെ കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ഇത് കണ്ടല്ലേ, ബാക്കിൽ 3D എംബ്ലം ഉള്ള മോഡലാണ്. കണ്ടല്ലേ, ഇതുപോലെ 3D എംബ്ലം വരുന്ന മോഡലിന് മാത്രമേ നമുക്ക് അലോയ് ഗോൾഡൻ കളർ കിട്ടുള്ളൂ. ഇതുപോലെ ഈ സെയിം വണ്ടി സ്റ്റിക്കർ വരുന്ന വരുന്നുണ്ട്. ഈ 3D എംബ്ലത്തിന് പകരം നമുക്ക് ഡിയോ എന്ന് എഴുതിയ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു മോഡലിൽ നമുക്ക് അലോയ് ബ്ലാക്ക് കളർ ആയിരിക്കും. ഓർത്തോണം, ഈ അതിന് നമുക്ക് ഡിസ്ക് ബ്രേക്ക് കിട്ടുന്നുണ്ടെങ്കിലും അലോയുടെ കളർ ഗോൾഡൻ കളർ ഈ 3D എംബ്ലം വരുന്ന വണ്ടിക്ക് മാത്രമേ നമുക്ക് ഗോൾഡൻ കളർ അലോയിൽ കിട്ടുന്നുള്ളൂ എന്നൊരു കാര്യമുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ LED ലൈറ്റൊക്കെ പഴയ പോലെ നിലനിർത്തിയിട്ടുണ്ട്. ഇനിയും വന്നിരിക്കുന്ന ഒരു മാറ്റം നമ്മുടെ ഈ ഒരു TFT മീറ്ററിലാണ്. 4.2 ഇഞ്ചാണ് ഈ ഒരു TFT മീറ്റർ ഹോണ്ട കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആക്റ്റീവയിലും ആക്റ്റീവ് 125 ഒക്കെ കൊടുത്ത ആ സെയിം ആയിട്ടുള്ള ആ ഒരു മീറ്ററും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു സ്റ്റിക്കറിംഗ് ആണ് എൻ്റെ മണ്ടയ്ക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു TFT മീറ്ററിൽ ഇതിൻ്റെ എച്ച് സ്മാർട്ട് മോഡലിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അടക്കം എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നാവിഗേഷൻ അടക്കം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ ടോപ്പ് മോഡൽ, അതായത് എച്ച് സ്മാർട്ട് മോഡലിൽ കിട്ടുന്നുണ്ട്. അത് ജനറലിനകത്ത് നമുക്കിവിടെ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഹോണ്ട കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് മോഡലിലാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് മോഡലിൽ നമുക്ക് സ്മാർട്ട് കിട്ടുന്ന പോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, നാവിഗേഷന്, കോൾസ് ആൻഡ് SMS അലർട്ട് അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ നോർമലായിട്ടുള്ളൊരു TFT ഡിസ്പ്ലേ. ഇതിൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് എക്കോ ഇൻഡിക്കേഷൻ ഉണ്ട്, നമുക്ക് റിയൽ ടൈം മൈലേജ്, ആവറേജ് മൈലേജ്, അങ്ങനെയുള്ള ഡിസ്റ്റൻസ് ടു MD അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു മീറ്ററിൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അതിൽ നമുക്ക് ജനറലല്ല ഡിസ്പ്ലേക്കകത്ത് ഫേവറേറ്റ് ഇൻഫർമേഷനകത്താണ് നമുക്ക് ആ വേണ്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ വരുന്നത്. അതിൽ ഇൻസ്റ്റൻറ്റ് മൈലേജ്, ട്രിപ്പ് എക്ക് കിട്ടുന്ന ലൈവ് മൈലേജ്, ട്രിപ്പ് എക്ക് കിട്ടുന്ന ആവറേജ് മൈലേജ്, ട്രിപ്പ് B ആവറേജ് സ്പീഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആഡ് ചെയ്ത് ഫ്രണ്ടിലിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ആകുന്നത് കണ്ടില്ലേ, ഓട്ടോമാറ്റിക് മാനുവൽ ഇട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് മാനുവലി വേണമെങ്കിൽ കണ്ടില്ലേ ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തീം ആണെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ അതോ വൈറ്റ് ഇട്ടുള്ളത് വേണോ എന്നുള്ളത് അത് ഓട്ടോമാറ്റിക്. അങ്ങനെയുള്ള നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചറും അടങ്ങിയ ഒരു TFT മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൽ അത്യാവശ്യം വാർണിങ്സും കാര്യങ്ങളെല്ലാം ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു മാറ്റം വന്നിരിക്കുന്നത് കണ്ടില്ലേ, ഇവിടെ ഒരു മൊബൈൽ ചാർജർ കൊടുത്തിട്ടുണ്ട്. USB-C പോർട്ടാണ് വരുന്നത്. കണ്ടില്ല, C2C കേബിളാണ് വരുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് ആ ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതുണ്ടല്ലേ, ഈ സ്വിച്ചിൽ ഇവിടെ സ്വിച്ച് വന്നിട്ടുണ്ട്, ജോയ്സ്റ്റിക്കാണ്. ഇതിലാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്ലൂടൂത്ത് ഒക്കെ എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൻ്റെ എച്ച് സ്മാർട്ട് മോഡൽ, അതായത് ആക്റ്റീവ് 125 എച്ച് സ്മാർട്ട് മോഡലിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് എന്താണ് കൊടുത്തേക്കാം, എങ്ങനെയാണ് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതൊക്കെ ആ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാനത് പറയുന്നില്ല. ഇതിന് നമുക്ക് സ്മാർട്ട് വേരിയൻറ്റ് വരുമ്പോൾ ഇതിൻ്റെ കീക്കും വ്യത്യാസം വരുന്നുണ്ട്. ഇത് നമുക്ക് നോർമലായിട്ടൊരു കീ ആണ് വന്നിരിക്കുന്നത്. ഇതിന് സ്മാർട്ട് വേരിയൻറ്റിൽ സ്മാർട്ട് കീ ആണ് വരുന്നത്. ആ ഒരു വേരിയൻറ്റിൽ നമുക്ക് ഈ ഒരു വണ്ടി സ്മാർട്ട് ഫൈൻഡ്, സ്മാർട്ട് സേഫ്, സ്മാർട്ട് അൺലോക്ക് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ആ ഒരു റിമോട്ട് കീ വെച്ച് വണ്ടി കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലാണ് ആ ഒരു വണ്ടിയിൽ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഈ ഗോൾഡൻ കളർ വീല്, TFT മീറ്റർ, മൊബൈൽ ചാർജറും കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും പുതിയ ഡിയോ 125 ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ബാക്കിൽ 3D എംബ്ലം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ടെലിസ്കോപ്പ് സസ്പെൻഷനാണ് വരുന്നത്. ബാക്കിലായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന
കണ്ടല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ് ഷോക്ക്. കിക്കർ വരുന്നുണ്ട്. നേരത്തെ നമുക്ക് എച്ച് സ്മാർട്ട് മോഡലിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നത്, അപ്പോൾ ആ സമയത്ത് നമുക്ക് കിക്കർ വരില്ലായിരുന്നു. ഇതിൽ കണ്ടല്ലേ സ്റ്റാൻഡേർഡ് വേരിയന്റിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കിട്ടുന്നുണ്ട്, വിത്ത് കിക്കറും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷൻ നമുക്ക് മാറി കിട്ടി. സൈഡ് സ്റ്റാൻഡ് ഇൻബിൽറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഴയ എലമെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബ്രേക്ക് ലൈറ്റ് സ്പ്ലിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത് ഒറ്റ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ആ ഇടയ്ക്ക് ഒരു കാർബൺ ഫൈബർ ഫീൽ വരുന്ന ആ ഭാഗങ്ങളൊക്കെ കൊടുത്ത് ഇത് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നൈസാണ്. ടയറിൻ്റെ കാര്യത്തിൽ അപ്ഡേഷനോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എൻഡോർക്ക് വണ്ടി നോക്കിക്കഴിഞ്ഞാൽ ഇതുമായിട്ടൊരു കമ്പാരിസൺ ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അതിന് ടയറിന് വീതി കൂടുതലുണ്ട്, ഇതിന് വീതി കൂടുതലില്ല എന്ന് ഒരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. കംപ്ലൈൻറ്റ് അല്ല, കുറച്ചൊരു കംഫർട്ട് കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടയർ സൈസിൽ വ്യത്യാസവും കാര്യങ്ങളൊന്നും. വീലും നമുക്ക് 10 ഇഞ്ച് വീലാണ്, ഫ്രണ്ടിൽ 12 ഇഞ്ച് വീലാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഒന്നുകൂടെ വരണമെന്ന് തോന്നിയ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇതിൽ ബാക്കിലും 12 ഇഞ്ച് വീലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ റൈഡിങ് കംഫർട്ടും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടിയാൽ. പക്ഷേ ഇത് 10 ഇഞ്ച് വീലാണ്. 90, 100, 10 ബാക്കിൽ കൊടുത്തേക്കുന്നത് ടയർ. പിന്നെ കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് കുറവോ കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും ആ 12 ഇഞ്ച് വീല് കൊടുത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. കണ്ടല്ലേ, ഫ്രണ്ടിൽ 12 ഇഞ്ച് വീലാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സെയിം വീല് തന്നെ ബാക്കിൽ കൊടുത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിരുന്നു. ഫ്രണ്ടിലായിട്ട് നമുക്ക് LED യൂണിറ്റ് ആണ് വരുന്നത്. കണ്ടില്ലേ, ഡിമ്മിനും ബ്രൈറ്റിനും സെപ്പറേറ്റ് സെക്ഷൻ കൊടുത്തിരിക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വരുന്നത് സാധാ ഹാജം ബൾബ് തന്നെയാണ്. അതുകൂടാതെ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു ചെറിയ DRL ഹോണ്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, അത് സ്പ്ലിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതൊക്കെ വളരെ നൈസാണ്. ചെറിയ വൈസറും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. പിന്നെയും കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നത് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് കണ്ടില്ലേ, ഈ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ നമുക്കിപ്പം ഒരു കാർബൺ ഫൈബർ ഫിനിഷ് ഫീലാണ് കിട്ടുന്നത്. അതൊക്കെ നൈസാണ്. പിന്നെ സ്വിച്ചസ് ഡിമ്മും ബ്രൈറ്റ്, പാസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്, ഫോൺ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ബെറ്റർ ആയിട്ടൊരു ഫോണും കാര്യങ്ങളൊക്കെയാണ്. അതുകൂടാതെ ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റത്തിൻ്റെ ആ ഒരു സ്വിച്ചും നമുക്ക് വല സൈഡ് കാണാൻ വിത്ത് സെൽഫ് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വണ്ടി നമുക്ക് ഹോണ്ടയുടെ ആയിട്ടുള്ള എല്ലാ ടെക്നോളജിയും ഈ ഒരു വണ്ടിയിൽ ഹോണ്ട യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ESP ടെക്നോളജി എന്ന് പറയാം, എൻഹാൻസ്ഡ് സ്മാർട്ട് പവർ. കണ്ടല്ലേ, ഇത് ഈ ഒരു ടെക്നോളജി കൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടി സൈലൻറ്റ് സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മോട്ടോർ സ്റ്റാർട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സൈലൻ്റ് ആണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആ ഒരു പഴയ വണ്ടി അടിക്കുമ്പോൾ ഈ സെൽഫിൻ്റെ അടിക്കുമ്പോൾ ഒരു കിർകിര സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു മോഡൽ ഈ ഒരു വണ്ടിക്ക്, അതായത് BS6 വണ്ടി വന്നപ്പോൾ തൊട്ട് ആ ഒരു സെറ്റപ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ സ്മൂത്തറാണ് സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാൻ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഹോണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഡുവൽ ലെയർ പ്രൊട്ടക്ഷനാണ് വരുന്നത്. ആദ്യം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, അതിൻ്റെ മണ്ടയ്ക്ക് മെറ്റലിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അത് നമുക്ക് വരുന്നത് ഒരു സിൽവർ കളറിലാണ്. ആ ഒരു പ്രൊട്ടക്ഷൻ്റെ കളറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നൈസാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഒരു ഫുട്ടർസൊക്കെ കൊടുത്തിരിക്കുന്നത് അലൂമിനിയമാണ്. അതൊക്കെ അത്യാവശ്യം ബെറ്റർ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. ബെറ്റർ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഓപ്പൺ ചെയ്യാനും പെട്രോൾ ഓപ്പൺ ചെയ്യാനും ഉള്ളതെല്ലാം കീ സെറ്റ്, അതായത് ഈ ഇഗ്നിഷനിൽ തന്നെയാണ് ഇതെല്ലാം വരുന്നത്. നമുക്കിതിൻ്റെ കീ സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓൺ, ഇവിടെ കണ്ടല്ലേ, ലോക്ക്, ഓണ്, ഓഫ്, സീറ്റ്, ഫ്യൂവല്, ഓണ്, ഇഗ്നിഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് താക്കോലിട്ട് ഒരു തവണ തിരിക്കുക, എന്നിട്ട് ഇതിൽ സ്വിച്ചിൽ താപ്പോട്ട് പ്രസ് ചെയ്താൽ സീറ്റ് ഓപ്പൺ ആവും, മുകളിലോട്ട് പ്രസ് ചെയ്താൽ നമുക്ക് ഫ്യൂവലിൻ്റെ ഓപ്പൺ ആവും. കണ്ടല്ലേ, ഈ രീതിയിലാണ്. ഇതിൻ്റെ സീറ്റ് ആൻഡ് സ്റ്റോറേജിൻ്റെ കാര്യത്തിലൊന്നും അപ്ഡേഷനോ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. കണ്ടില്ല, ആ ഒരു സെയിം സൈസ് തന്നെയാണ് ഉള്ളത്, അതിൽ മാറ്റമില്ല. അതേപോലെ പെട്രോൾ ഫിൽ ചെയ്യുന്നതും 5.3 കപ്പാസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ല, ഒരു ഡ്യുവൽ ലെയർ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്കിതിൻ്റെ ഗ്രാബ് റെയിൽ സ്പ്ലിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ല, അത് പെട്രോൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള അതിന് വേണ്ടി സ്പ്ലിറ്റ് ആയിട്ടുള്ള ഗ്രാബ് റെയിൽ ബോഡി കളറിനോട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ഹോണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ ഹോണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത് 123.92 cc ആണ് എഞ്ചിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ 124 cc വണ്ടിയാണ്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളത്. നമുക്ക് ലോങ് റൈഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലൊക്കെ റൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ എഞ്ചിൻ ഹോണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇതിലൊരു മാക്സിമം പവർ ഹോണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത് 8.16 BSP at 6250 RPM ഒരു മാക്സിമം പവറും കാര്യങ്ങളൊക്കെ RPM കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു മാക്സിമം ടോർക്ക് നോക്കിക്കഴിഞ്ഞാൽ 10.4 Nm മറ്റ് 5000 RPM ഒരു മാക്സിമം ടോർക്ക് കൂടെ ഈ ഒരു വണ്ടിയിൽ ഹോണ്ട സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. കമ്പനി പറയുന്ന ഒരു ടോപ്പ് സ്പീഡ് നോക്കിക്കഴിഞ്ഞാൽ 85 km ഈ ഒരു വണ്ടിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കമ്പനി പറയുന്ന ഒരു ടോപ്പ് സ്പീഡ്. നമുക്ക് സുഖമായിട്ട് 100, 95, 96, 100 ആ റേഞ്ചിലൊക്കെ സുഖമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിലായിട്ട് ഡ്രം ബ്രേക്കാണ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ് ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വണ്ടിയുടെ മൈലേജ് ആണ്.
നമുക്ക് ഏകദേശം സുഖമായിട്ട് 60 കിലോമീറ്റർ അടുപ്പിച്ചാൽ 55 to 60 കിലോമീറ്റർ മൈലേജും ഈ ഒരു വണ്ടിക്ക് കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. 2025 മോഡൽ FI ആണ് വണ്ടി, ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് വണ്ടി. അതുകൂടാതെ ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 1,23,000 അല്ല 24,000 രൂപയ്ക്ക് അകത്ത് തന്നെ ആയിരിക്കും. കൺഫേം ആയിട്ടൊരു പ്രൈസും കാര്യങ്ങളും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, കാരണം വണ്ടി ജസ്റ്റ് ലോഞ്ചായി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രൈസ് കൺഫേം ആകുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൈസും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇനി കളർ വേരിയന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3D എംബ്ലം വരുന്ന വണ്ടിക്കാണ് ഈ ഒരു ഗോൾഡൻ കളർ വീലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം 3D എംബ്ലം വരുന്ന വണ്ടി നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്ലൂ വരുന്നുണ്ട്, അതുപോലെ ഡീപ്പ് ഗ്രൗണ്ട് ഗ്രേ എന്ന് പറഞ്ഞൊരു വണ്ടി വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, അങ്ങനെയുള്ള മോഡലൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്റ്റിക്കർ വരുന്നുണ്ട്. ഇപ്പോൾ ഏതൊക്കെ കളർ വേരിയൻ്റ് ആണ് ഉള്ളതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ ആഡ് ചെയ്തേക്കാം, കളർ വേരിയൻറ്റും കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ H സ്മാർട്ട് മോഡലും കിട്ടുന്നുണ്ട്. ഓൺ റോഡ് പ്രൈസ് ഞാൻ ഇതിൽ താഴെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കൺമുന്നിൽ ഇരിക്കുന്നതാണ് ഏറ്റവും പുതിയ Dio 125. കണ്ടില്ലേ, ഏറ്റവും പുതിയ വണ്ടിയാണ്, 2025 മോഡൽ. നമുക്കിനി ഓടിച്ചു നോക്കാം ഇതിൻ്റെ എന്തൊക്കെ മാറ്റങ്ങൾ, ഓടിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയണ്ടേ. അപ്പം TFT ഡിസ്പ്ലേ ഒക്കെ ആക്കിയോട്ട് പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് കൂട്ടുണ്ട്. 2025 2024 മോഡൽ വണ്ടിയായിരുന്നെങ്കിൽ 1,16,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത്. ഇതിന് അതിനെക്കാട്ടി ഒരു 10,000 രൂപ കൂടുതൽ വരും. അപ്പം ഓടിക്കുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കണം. ആ പഴയ പഞ്ചിങ് ആയിട്ടുള്ള പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ വ്യത്യാസമൊന്നുമില്ല. കാരണം എഞ്ചിൻ അത് തന്നെയാണ്, OBD2B മോഡൽ ആക്കിയത് മാത്രമേ ഉള്ളൂ. ആ സൗണ്ടും അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. സൗണ്ടിന്റെ കാര്യത്തിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. ആ ഒരു മുഴക്കമുള്ള സൗണ്ട് ഓടിക്കാൻ അത്രയും സ്മൂത്താണ് വണ്ടി. ഹോണ്ടയുടെ എഞ്ചിനാണ്, അപ്പം അറിയാലോ ഹോണ്ടയുടെ എഞ്ചിൻ എന്തുമാത്രം ഹോണ്ട കെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വളരെ റിഫൈൻമെൻ്റ് ആയിട്ടുള്ള പുതിയൊരു എഞ്ചിൻ, നല്ല രസമുണ്ട്. ആ ഒരു ഫീലിംഗ് അതുപോലെ ഉണ്ട്. പിന്നെ ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം കാര്യം അഡ്വാൻസ് ആയിട്ടുള്ള ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ വണ്ടി വന്നു ആക്സിലേറ്റർ പോസ് ചെയ്ത് നമ്മൾ വണ്ടി നിർത്തി, കണ്ടില്ലേ എഞ്ചിൻ ഓട്ടോമാറ്റിക് ഓഫായി. അതിൻ്റെ ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റത്തിൻ്റെ വാണിങ് മീറ്ററിൽ കാണിച്ചു. ഇനി ഞാൻ ജസ്റ്റ് ബ്രേക്ക് ഒന്നും പിടിക്കേണ്ട, ജസ്റ്റ് ഉണ്ടോ ആക്സിലേറ്റർ ആണെങ്കിൽ വണ്ടി പോലും സ്റ്റാർട്ട് ആവും. ജസ്റ്റ് ഈ കാര്യത്തിൽ കുറച്ചൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്, കാരണം ഇപ്പോൾ ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഒരു സർപ്രൈസിങ് എലമെൻ്റ് ആണ് ഡിസ്ക് വണ്ടി. അതായത് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് മോഡലിൽ ഇപ്പം ഡിസ്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ എന്ന് വെച്ചാൽ HS മോഡൽ മാത്രം കെട്ടിക്കൊണ്ടിരിക്കുന്ന ഡിസ്ക് എന്ന് പറയുന്നത് അതിപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് മോഡലിൽ കിട്ടുന്നുണ്ട്. അപ്പം ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഷോക്കിൻ്റെ പെർഫോമൻസ് ഒക്കെ അത് പഴയ പോലെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്, അതിൽ മാറ്റമൊന്നുമില്ല. സ്റ്റിപ്പായിട്ടുള്ള ഷോക്കാണ്, അത്ര സോഫ്റ്റ്വെയറിൻ്റെ ഒന്നും ഒരുപാട് ഹാർഡ് വല്ലാത്ത രീതിയിലാണ് ഷോക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇന്ന് ഈ വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി തന്നിരിക്കുന്നത് കോന്നിലെ മുത്തൂറ്റ് ഹോണ്ടയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പം അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. ഈ വണ്ടി എടുക്കുവാനോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ തരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ വണ്ടി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനും വരെ ബൈ.